കേക്കച്ച, നിയമസഭ നിന്റെ തന്തയുടെ വകയാണോ? താനൊരുക്കിയ തേൻകണി പൊളിഞ്ഞു പാളീസായിട്ടും അതിൻ്റെ പേരിൽ രാഹുലിനെതിരെ കടുത്ത നടപടിയെടുത്തിട്ടും കലിതീരാത്ത കേക്കച്ചൻ വരുന്ന നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സഭയിൽ കയറരുത്, ലീവ് എടുത്തു മാറി നിൽക്കുവാൻ പറഞ്ഞ നടപടിയിൽ ലോകമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും പ്രതിഷേധം അണപൊട്ടിയൊഴുകുകയാണ്. ഞാനാണ് പാർട്ടി എന്ന മട്ടിൽ ഒരു ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്ന കേക്കച്ചനോട് ജനങ്ങൾ ചോദിക്കുന്നത് നിയമസഭ നിന്റെ അപ്പൻ കണ്ട വകയാണോ എന്നാണ്. കേരള ചരിത്രത്തിൽ ഇതുപോലെ തെറുകേട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുവാനിടയില്ല. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ഞാൻ സുമ അവനംചേരിന്ന് ഈ രാഹുൽ വിഷയത്തില് വീണ്ടും വീണ്ടും ഈ വെടി സതീശൻ, തൊട്ടി സതീശൻ, പന്ന സതീശൻ വിജയനിൽ നിന്നും കോടികൾ വാങ്ങിച്ച് പാൻറ്റും വലിച്ചു കയറ്റി ദുബായി പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഭ്രാന്തൻ ചിരിയും ചിരിയിച്ച് മൊട്ടൻ തലയും കാണിച്ച് 71 വയസ്സുള്ള കിഴവൻ കാണിച്ച കോപ്രായങ്ങള്. അയാൾക്ക് എന്താ സർ ബോധ്യം? ബോധ്യം എന്ന് അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡെഫിനിഷൻ ഓഫ് ബോധ്യം എന്തോന്നാണ്? എന്തേ കോൺഗ്രസ് പാർട്ടിയിൽ ബാക്കി ആൾക്കാരുണ്ടല്ലോ, ഈ പെണ്ണുപിടിയൻ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഈ പറട്ടം നാറി വെറും സ്ത്രീ ലംബടൻ സതീശന് ഒഴികെ വേറെ എത്ര ആൾക്കാരുണ്ട്? എന്റെ PC വിഷ്ണുനാഥ്, മാത്യു കുഴൽനാടൻ, ഇവരൊക്കെ എന്തേ സംസാരിക്കാതെ? ഞങ്ങൾ ഇവർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങളിൽ എന്തെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മീഡിയയിലൂടെ, എന്തേ അവരെല്ലാം മൗനം പാലിക്കുന്നത്? സതീശന്റെ കയ്യിലാണോ പ്രസ്ഥാനമെങ്കിൽ മുടിഞ്ഞു പോത്തല്ലേ ഉള്ളൂ. നമുക്ക് എൻറ്റയർ കേരളൈറ്റ്സ് ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി AICCക്ക് അറിയിക്കുകയോ എന്തെന്നൊക്കെ ഒന്ന് ചെയ്യണം. ആ കൊച്ചു ചെക്കനെ കൊല്ലാതെ കൊല്ലുന്നു. അവൻ യങ്സ്റ്റർ ആണ്. ഇവന്റെ പകുതി വയസ്സുള്ള കുട്ടി ഒരു സ്ത്രീ തുണിയില്ലാതെ പോയി നിന്നപ്പം അവൻ ജസ്റ്റ് നോക്കിക്കോണം. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇവൻ 71 വയസ്സായവൻ. ഇവൻ എത്ര പണിപ്പെട്ടാലും റിനിയന്റ് ജോർജിലൊന്നും ഇവന്റെ ബീജം വളരില്ല. ഇവൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ തൊട്ടി സതീശൻ, പറവൂർ സതീശൻ എന്തെന്ന് വെച്ചാൽ വി ഹാവ് ടു ഡു സർ, പ്ലീസ് സാറിന് ഞങ്ങൾ കേരളം മുഴുവൻ ഞങ്ങൾ ഫുൾ സപ്പോർട്ടീവ് ആണ്. വി താങ്ക് ടു അൾമൈറ്റി ഫോർ യുവർ ഹെൽത്ത്. കാരണം സാർ അത്രത്തോളം രാഹുലിന് വേണ്ടി സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു. എന്തെങ്കിലും നമുക്ക് എന്തേ സാർ? ഇവൻ വിജയനിൽ നിന്ന് കോടികൾ ഈ ഡീലിന് മേടിച്ച് ദുബായിൽ പാൻസും വലിച്ചു കയറ്റി അവിടെ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വന്നവനാണ്. ഇനി എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ ഇവനില്ല, ഇവൻ ഇൻവെസ്റ്റ് ചെയ്ത് പോയി. അതുകൊണ്ട് ഇവൻ പറയുന്നു ബോധ്യമെന്ന്. എന്തേ കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയ പ്രസ്ഥാനം. ഈ ഷാനിമോൾ ഉസ്മാൻ അതൊക്കെ ഇവൻ ഈ വെടി സതീശൻ, തൊട്ടി സതീശൻ വിളിച്ചപ്പം അവരൊന്ന് കമ്മിറ്റ് ചെയ്ത് പോയി. അല്ലാതെ ഉമാ തോമസിനെ പോലെ വിവരദോഷിയല്ല. ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും KK രമയും ഒക്കെ ഞങ്ങൾക്കൊക്കെ അവർ വളരെ വേണ്ടപ്പെട്ടവരാണ്. അപ്പൊ ഇവൻ എന്തിനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഇവരെല്ലാം മൗനം പാലിക്കുന്നു. നിയമസഭയിൽ വരാൻ പാടില്ല 15-ാം തീയതി. നിയമസഭ ഇവന്റെ ആരുടെ വക സാർ? ഇവൻ കൺട്രോൺമെന്റ് ഹൗസിനെ സതീശൻ എന്തേ രാഹുൽ വരിക തന്നെ വേണം. ഈ നിയമസഭയിലെ അസംബ്ലി ബിൽഡിങ്ങില് രാഹുൽ ഷുട്ട്കം. ഇവൻ എന്ത് ചെയ്യുന്നതാണ്? ഇവനെ കളയണം സാർ ഈ പ്രസ്ഥാനത്തിൽ നിന്ന്. നമുക്കിപ്പോ വലിയ എന്തോ കുടുംബത്തിലൊരു ദുഃഖം ഉണ്ടായോ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുമ്പോ അതുപോലെയാണ് സാർ ഞങ്ങൾക്കൊക്കെ. ഈ കൊച്ചു ചെക്കൻ അവൻ ഉമാ തോമസ് എന്ന് പറയുന്ന കൗണ്ടില് അവരുടെ കെട്ടിയോൻ മരിച്ചപ്പോ അവിടെ വന്നാണ്. പക്ഷെ അങ്ങനെ ജനങ്ങൾ എടുത്തില്ല. ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എന്തോരം അവിടെ പണി വർക്ക് ചെയ്താണ് ഇവളെ വലിച്ചു പോക്കി കൊണ്ടുവന്നറിയാമോ? എന്നിട്ട് അവൾ പറയുന്നു രാഹുലിനെ പറയാൻ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? കോമൺ സെൻസ് തൊട്ട് തേച്ചിട്ടില്ലാത്ത ഉമാ തോമസ്. സാർ ഇത് ഇങ്ങനെ പോകാൻ പറ്റില്ല. ഈ സതീശനെ പ്രസ്ഥാനത്തിൽ നിന്ന് കളയണം. സതീശൻ അവള് തുണി കൊടുത്തിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ പെൺമക്കളുണ്ട്.
ഞങ്ങളിങ്ങനെ ഈ മേലെ വസ്ത്രമൊന്നും ഇല്ലാതെയല്ല പെൺമക്കളെ വിടുന്നത്. അടി കൊടുക്കും, നേരെ ഡ്രസ് ചെയ്തിട്ട് വെളിയിറങ്ങടി എന്ന് പറഞ്ഞ്. ഞങ്ങളൊക്കെ ലിറ്ററേറ്റ് സാക്ഷര കേരളത്തിലുള്ള നല്ല ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. ഞങ്ങൾക്കൊക്കെ അറിയാം എങ്ങനെ പെൺമക്കളെ വളർത്തണം, ആൺമക്കളെ വളർത്തണം. ഇവള് അഴിഞ്ഞാടുകയല്ലേ. അപ്പൊ ഈ സതീശൻ അവളുടെ കൂടെ പോയി കേക്ക് വായിൽ വെച്ച് ഇങ്ങനെ ചുണ്ടിൽ വെച്ച് കൊടുക്കുന്നു, ഉരുമി നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പൊ അനദർ കേസ് FIR എടുക്കുന്ന ഈ സതീശന്റെ പ്രതി അവൻ ആര്? അവന്റെ ബോധ്യം ഒരു 71 വയസ്സുള്ള കിഴവൻ നാരിക്ക് ഒരു ബോധ്യം, ലെറ്റ് ഡിഫൈൻ ബോധ്യം. അവനെയാണോ സാർ പ്രസ്ഥാനം? സാർ എന്തെങ്കിലും നമുക്ക് ഇമ്മീഡിയറ്റ് ചെയ്യണം. വി ഷുഡ് ബിഗിൻ എ സിഗ്നേച്ചർ ക്യാമ്പയിൻ അഗൈൻസ്റ്റ് ഹിം. സതീശനെ അവിടുന്ന് നുള്ളിക്കളഞ്ഞേ പറ്റൂ സാർ, ബൈ ഓൾ മീൻസ്. താങ്ക് യു സുനിൽ സാർ ഫോർ യുവർ ആങ്കറിംഗ്. എന്തൊരു വലിയ ദുഃഖം, ഉറഞ്ഞ ദുഃഖമാണ് സാർ ഞങ്ങൾക്കൊക്കെ. എൻ്റെ മനസ്സിൽ തോന്നിയ അത് 100% ആ ആശയത്തെയാണ് അങ്ങ് അവതരിപ്പിക്കുന്നത്. നല്ല ശക്തമായ ഭാഷയിൽ തന്നെ, കുറിക്ക് കൊള്ളുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് ലളിതമായ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് വളരെ നന്നായി. കാരണം ഈ കോൺഗ്രസിൻ്റെ ഒരു ശാപം തന്നെ അതാണ്. കോൺഗ്രസിൻ്റെ ഒരു സംഘടനയുടെ, പോഷക സംഘടനയുടെ മെമ്പറായിരുന്നു ഞാൻ വർഷങ്ങളോളം. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ മേത്തട്ടിൽ വരുന്നവരൊക്കെ സതീശന്മാരാണ്. ഇതുപോലുള്ള സതീശന്മാരും പിന്നെ ചണ്ടിത്തലമാരും ഒക്കെ തന്നെ അതിൻ്റെ മേളിൽ വരുള്ളൂ. കാരണം ഇവന്മാർ പൈങ്കിളികളായിട്ട് ഇങ്ങനെ നടക്കും, KSTക്കാരുടെ തോളെ കൈയിട്ട് നടക്കും എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ സംഘടനക്കാരുടെ തോളെ കൈയിട്ട് നടക്കും. എന്നിട്ട് നമ്മളെപ്പോലുള്ളവർ താഴെ കിടന്ന് പ്രവർത്തിക്കണം. അത് ഓരോരോ ഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങൾ വരുമ്പം അവരുടെ പരാതികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇവന്മാരെ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പലർക്കും പല വിഷമങ്ങളും അതുകൊണ്ടുണ്ടായിട്ടുമുണ്ട്. അപ്പം എന്ന് പറഞ്ഞ അതേ അവസ്ഥ ഇവിടെയും കാണിക്കുകയാണ്. കുറച്ചുകൂടെ ഉയർന്ന തട്ടിൽ എത്തിയപ്പോൾ കാണുന്ന കളിയാണിതൊക്കെ. ഇത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരമായ ശാപമാണ്. എനിക്കങ്ങനെ ഈ ഇന്ന ഗ്രൂപ്പൊന്നും എനിക്കറിയത്തില്ല. ഉമ്മാരുടെ ഒന്നും കൂടെ ഗ്രൂപ്പിൻ്റെ പുറകെ ഒന്നും ഞാൻ പോയിട്ടില്ല. എങ്കിലും ഞാൻ വയനാട് ജില്ലയിൽ ഒരു 10 വർഷക്കാലം ഉണ്ടായിരുന്നു, ഒരു 85 മുതൽ 95 വരെ. ആ സമയങ്ങളിലൊക്കെ ഈ താഴെ കണ്ണൂർ ജില്ലയിൽ പിന്നെ സുധാകരൻ എന്ന് പറയുന്നൊരു നേതാവ് അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ വാർത്തകളിലൂടെ മറ്റാൾക്കാർ പറഞ്ഞുമൊക്കെ ഇങ്ങനെ അറിയാറുണ്ടായിരുന്നു. അപ്പം ശരിക്കും ബോംബ് കൂമ്പാരത്തിനിടയിൽ നിന്നാണ് സുധാകരൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ CPMകാരുടെ ബോംബ് നിർമ്മാണ ഫാക്ടറികളുടെ ഇടയ്ക്ക് നിന്ന് പലതവണ അദ്ദേഹത്തെ ബോംബെറിഞ്ഞു, വണ്ടിക്കിട്ടൊക്കെ ബോംബെറിഞ്ഞു, അതൊക്കെ വാർത്തകൾ വന്നിട്ടുള്ളതാണ്. ഈ സതീശനോ ചെന്നിത്തലയൊക്കെ ആണെങ്കിൽ അവിടെ കിടന്ന് പനി പിടിച്ച് മരിക്കും. കാരണം ഇവന്മാർക്കൊന്നും അങ്ങേരുടെ മനക്കരുത്തിൻ്റെ മുന്നിൽ ഇവന്മാർ ആരാ, എന്താ? അപ്പോൾ ഇവിടെ ഈ മുള്ളുകൊണ്ടെടുക്കുന്ന നമ്മളങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ, മുള്ളിനെ എടുക്കാൻ മുള്ളു തന്നെ വേണം. പിണറായിയുടെ മനക്കരുത്തിൻ്റെ ആ തൻ്റെ ഇടത്തിൻ്റെ അടുത്ത് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ സുധാകരൻ മാത്രമേ കഴിയൂ. അതുപോലെ തന്നെ ഇവരെ ഒരേ കാലഘട്ടത്തിൽ കോളേജ് ലെവലിൽ പഠിച്ചു വന്നവരുമാണ്. അപ്പം എന്താണ് പിണറായി എന്ന് ഈ സുധാകരന് നല്ലതുപോലെ അറിയാം. സുധാകരനെ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ഈ പിണറായിയെ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ സുധാകരനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ സുധാകരനൊരു ഗ്രൂപ്പ് നേതാവായിട്ടൊന്നും ഒരിക്കലും ഞാൻ കാണുന്നില്ല. ഈ നല്ല കുടുംബനാഥനായ ഒരു പിതാവ് എല്ലാ മക്കളെയും ഒരുപോലെ സംരക്ഷിച്ച് വീടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പിതാവിന് ഒരിക്കലും അവിടെ മക്കളെ ഗ്രൂപ്പ് തിരിച്ച് കാണാൻ കഴിയില്ല. പക്ഷേ അതിൽ ചില ആൾക്കാർ ഞങ്ങളിങ്ങനെ ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അമ്മയുടെ ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞ് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പെട്ടുപോയത് ആ സുധാകരൻ ഒരു ഗ്രൂപ്പെന്നും പറഞ്ഞാൽ അത് സുധാകരൻ ഗ്രൂപ്പിൻ്റെ ആളൊന്നും ആയിരിക്കില്ല ഒരിക്കലും. അയാളുടെ പാർട്ടിയാണ് കോൺഗ്രസ്. അയാൾ നെഞ്ചിലേറ്റി കൊണ്ടുവന്ന ഇവരെ പോലല്ല, വിയർപ്പും ചോരയും ഒഴുക്കി തന്നെ കൊണ്ടുവന്നിട്ടുള്ള, ജീവൻ പണയം വെച്ച് കൊണ്ടുവന്നിട്ടുള്ള നേതാവാണ് സുധാകരൻ. ആ സുധാകരൻ KPCC പ്രസിഡൻ്റ് ആയാൽ കോൺഗ്രസ്സിന് ഇനി കേരളത്തിലൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുള്ളൂ. മറ്റ് പയ്യന്മാരുടെ ഒരു നീണ്ട നിരയുണ്ട് ഇവിടെ, എല്ലാത്തിനും പറ്റുന്നവരാ. പക്ഷെ അവർക്ക് കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ് വരാനുണ്ട്. പ്രത്യേകിച്ച് പിണറായിയെ പോലെയുള്ള കാലദൈർഘ്യം കൊണ്ട് ഒരുപാട് എന്താ പറയണ്ടേ, ഒരു രാവണ സ്വഭാവമുള്ള പിണറായിയെ നേരിടാൻ
കേൾക്കുന്നവർക്കായാലും സുധാകരനെ പോലെ ഒരാൾ പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു അംഗീകാരമൊക്കെ ഉണ്ടാവും. മറ്റേ പയ്യന്മാരല്ലേ. അതുകൊണ്ട് എൻ്റെ ഒരു കാൽക്കുലേഷൻ UDF മുന്നണിയിൽ ഘടകകക്ഷികളുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് നല്ല നല്ല മിടുക്കന്മാർ പയ്യന്മാരെല്ലാം കൂടെ ഒരു 3 ഡസൻ പിള്ളേരെ നമുക്ക് നേതൃനിരയെ കൊണ്ടുവരാൻ കഴിയും. ഇവർ മാത്രം ഇറങ്ങിയാൽ മതി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലുമൊക്കെ CPM-നെ പാട്ടും പാടി മൂലയിലിരുത്താൻ കഴിയും. BJP പോലും 2ഓ 3ഓ സ്ഥാനത്തേക്ക് തള്ളിപ്പോവും. ഒരു സംശയമില്ല. കേരളത്തിൻ്റെ മനസ്സിന്ന് അങ്ങനെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ നേതാക്കന്മാരുടെയും എല്ലാ പയ്യന്മാരുടെയും പേരുകൾ എല്ലാവരും പറയുന്നുണ്ട്. എന്നെപ്പോലെ തന്നെ കേട്ടിരിക്കുന്ന ശ്രോതാക്കളായ പലരും പറയുന്നുണ്ട്. ഈ ചാണ്ടികുമ്മനായാലും അതുപോലെ തന്നെ ജിൻഡോ ജോൺ ആയാലും അതുപോലെ തന്നെ മാത്യു കുഴൽനാടനായാലും അതേപോലെ തന്നെ ഈ നമ്മുടെ പ്രധാനികൾ 2 പേരുണ്ടല്ലോ, ഇവർ 2 പേരും ഒക്കെ തന്നെ മതി ഓരോരോ സ്ഥാനങ്ങളിലേക്ക് ഈ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ട് നടക്കാൻ. അപ്പം ധാരാളം പേരുണ്ട്. ഘടകകക്ഷികളുടെ കൂട്ടത്തിലെ നല്ല പുലികളായ പിള്ളേരുണ്ട്. മുസ്ലിം ലീഗിൻ്റെയൊക്കെ പിള്ളേരെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി, എല്ലാം ഒരു ഏതാണ്ട് 45 വയസ്സിന് താഴെ ചുവടെ പ്രായമുള്ളവരാണ്. അവർ മതി, ഊർജ്ജസ്വലരായി അവിടെ നിന്ന് പ്രവർത്തിക്കും. അവരിമാതിരി 2 തട്ടയിൽ നിന്നുള്ള കളി കളിക്കുകയില്ല. എന്തുവാ ഇവൻ്റെ കളി, ഈ പൗഡർ കൂട്ടൻ്റെ കളി, അവൻ്റെയൊക്കെ പ്രായം എത്ര? ഈ കൊട്ടടയ്ക്ക പോലെ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരുന്നിട്ട് കുരുട്ടുബുദ്ധി മാത്രമേ ഇവന്മാർക്കുള്ളൂ. ഈ ചാണ്ടിത്തലയ്ക്കും ഈ BD സതീശൻ അവൻ കയറിയതേ ഇതിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു അധോഗതിയുടെ തുടക്കമായി അന്ന് മുതലേ. അപ്പം ഈ കൊള്ളാവുന്ന പിള്ളേർ ഷാഫി പറമ്പിലും രാഹുൽ മങ്കൂട്ടുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ജനങ്ങളുടെ ഇടയിൽ. അതിപ്പോൾ അഭിപ്രായ വോട്ടെടുപ്പിൽ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ട് കേരളത്തിൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ UDF-ൻ്റെയോ ഒരു സർവേ നടത്തണം, അഭിപ്രായ സർവേ നടത്തണം. ഇതിലാരാ വരേണ്ടത്? ഈ പിള്ളേർ സെറ്റ് വരണോ അതോ ഈ പടുകളവന്മാർ വീണ്ടും വരണോ ഇതിൻ്റെ സാരഥ്യം വഹിക്കാൻ? അഭിപ്രായ വോട്ടെടുപ്പ് നടത്തണം. ഇപ്പന്മാർ നടുക്കടലിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കാണാം. ഏതായാലും സാറിൻ്റെ ഉദ്യമം ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ രക്ഷയ്ക്ക് ഉതകട്ടെ എന്ന് വീണ്ടും പ്രത്യാശിക്കുന്നു. പേര് സദാനന്ദൻ, ഞാനും പയ്യോളിന്ന്. BD സതീശൻ എന്ന് പറഞ്ഞ ഈ കാട്ടുകള്ളനുണ്ടല്ലോ, നമ്മളെ കോൺഗ്രസിനെ രാഹുലിനെല്ലാം തോപ്പിച്ചത്, കോൺഗ്രസ് പാർട്ടിയെയും പാവപ്പെട്ട ജനങ്ങളെയാ പറ്റിച്ചത്. രാഹുലിന് ഇപ്പം വേറൊരു പാർട്ടിയിലോ വേറെ പോയാൽ സ്വീകരിക്കാൻ ആളുണ്ട്. രാഹുലിനെ ആരും സംരക്ഷിച്ചില്ലല്ലോ കോൺഗ്രസിലുള്ള ആളും. ഇപ്പൊ BD സതീശന് രാഹുലിനെ രക്ഷിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷിച്ചില്ല. അന്ന് അച്ഛനെ പോലെ കാണുന്ന മോളും മോളെ അച്ഛനെ പോലെ കാണുന്ന അച്ഛനും. അപ്പൊ അച്ഛൻ പറഞ്ഞാൽ മോള് സ്വീകരിക്കണ്ടേ? സതീശൻ പറഞ്ഞാൽ നീ ആ പ്രശ്നം പുറത്ത് പറയരുത് എന്ന് പറഞ്ഞാൽ മോള് കേൾക്കില്ലേ? അപ്പൊ മോള് പറഞ്ഞ് സംസാരിച്ചോ? അപ്പൊ പണ്ട് ഒരു സിനിമയിലുണ്ടായിരുന്നു നടി, ഞാൻ അച്ഛനെ പോലെയാ കാണുന്നത്. അവസാനം അച്ഛൻ മോളെ കല്യാണം കഴിച്ചു. എല്ലാവർക്കും അറിയുന്ന സംഭവമല്ലേ. അപ്പൊ അങ്ങനത്തെ സതീശനാണ് കോൺഗ്രസിന്റെ ഈ പ്രതിപക്ഷ സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവാന്നോ? അല്ല, ഇതിനെ പ്രതിപക്ഷം എന്ന് പറയാൻ പറ്റും. എന്താ ഈ 9.5 കൊല്ലം നോക്കുമ്പോഴത്തേക്കും ഇപ്പം പ്രതിപക്ഷം ഞങ്ങൾക്ക് ഇപ്പം തോന്നിയ രാഹുൽ MLA ആയി അവിടെ നിയമസഭയ്ക്ക് വന്നേരം പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ കണ്ടത് രാഹുലിനെയാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിൽ കൂടുതൽ ഭാഷയിൽ സംസാരിച്ചത് രാഹുലാണ്. എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലത്. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ ജനങ്ങളുടെ മുന്നിൽ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല, മുന്നിൽ നിന്ന് സംസാരിക്കാനാകുന്നില്ല. എത്രയും നാണം കിട്ടുപോയി ഞങ്ങളുടെ. ഇത്രയും ഒരു അടിയും പിടിയും കിട്ടിയിട്ട് ഒരു ചോദ്യം ചെയ്യാത്ത ഒരു പ്രതിപക്ഷ നേതാവ് ഈ എന്തിനാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ആക്കിയത്? ഇപ്പം BD സതീശനെതിരായിട്ട് ഇവിടെ ഒരു പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ ഞാനെല്ലാം മുൻപന്തിയിലുണ്ടാവും. BD സതീശനെതിരായിട്ട് ഇവിടെയുള്ള കോൺഗ്രസ് പാർട്ടിക്കാർ ഒരു പ്രകടനം നടത്തുകയാണെങ്കിൽ ഞാനെല്ലാം BD സതീശനെതിരായിട്ട് ഇവിടെ ഞാനെല്ലാം അതിൽ മുൻകൈയുള്ളൂ. നമ്മളെ കുടുംബത്തിൽ മൊത്തം കോൺഗ്രസ്സുകാരാ. നമുക്കെല്ലാം ഭയങ്കര ഒരു വിഷമം പോലെ. ഇയാൾ ഈ നിലപാടെന്ന് പറഞ്ഞത് ഇതിനെ നിലപാടെന്ന് വിളിക്കാൻ പറ്റുമോ? ഓന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ കേക്ക് മുറിക്കുന്ന അതാന്ന് ഓന്റെ നിലപാട്. ഓന്റെ ഓനിപ്പം പറഞ്ഞാല് പാർട്ടി ഇതായാൽ മൈക്കിൽ ഓന് കിട്ടണ്ടേ ഓന് കിട്ടുന്നുണ്ട്. അതാണ് അവന്റെ ഇത്. ഹലോ കേക്കുവാ. ഓന് കിട്ടണ്ടേ ഓന് പ്രതിപക്ഷ ഓന് ഒരു മുഖ്യമന്ത്രിന്റെ പൈസ പോലെ തന്നെ ഓനും കിട്ടുന്നുണ്ട്.
ഒരു 50-50 അല്ലേ? എന്ത് ഇതായാലും പിന്നെ നക്കാൻ പോയി കണ്ടിക്കില്ലേ സദ്യ കഴിക്കേ? അല്ല മോശമല്ല, ഇത്രയും പണിയൊക്കെ അടി കിട്ടിയിട്ട് ഇതായിട്ട് പിന്നെ ഇതായി ചോരയും മറ്റേ ഇതെല്ലാം ഒലിപ്പിച്ചിട്ട് ഇവൻ പോയിട്ട് ഭക്ഷണം കഴിച്ച കണ്ടില്ലേ? നമുക്കെല്ലാം കുറവാ വരുന്നത്. എന്തെന്നാ ഈ കോൺഗ്രസ് ഇങ്ങനത്തെ ഒരു ഗതികെട്ട കോൺഗ്രസിനെ കണ്ടിക്കില്ല. അതുകൊണ്ട് നിങ്ങള് പിന്നെ ശരിക്കും ഇത് രാഹുൽ ഗാന്ധിനെ അതുപോലെ ഇവൻ അറിയിക്കേണ്ടത്. പറയുന്നത് എന്റെ ഉറപ്പാ, ഞാൻ അല്ലെ രാഷ്ട്രീയ പരമാസത്തിന് പോകുന്ന ഇവൻ പറഞ്ഞു. ഇവന്റെ ഉറപ്പ്, ഇവൻ ആരാ അല്ല ഉറപ്പ് പറയാൻ? അല്ല ഇവൻ ഇല്ലെങ്കിൽ എന്താ ഇവിടെ കോൺഗ്രസ് ഇതായി പോകുന്നു? ഇവൻ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ പിന്നെ ഇതായി പോകൂല. അപ്പൊ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിലും ഇവിടെ കോൺഗ്രസ് നയിച്ചൊന്നും പോകുന്നില്ല. ഇവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞാല് ശരിക്കും ഗാന്ധിസം എന്ന് പറഞ്ഞാൽ ഗാന്ധിസം നല്ല യഥാർത്ഥ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയത്, സേവന വേണ്ടിയത്. ഇവിടെ സേവനമല്ലല്ലോ, അഴിമതിയല്ലേ. നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും അടി ഉറച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. നമ്മളെ പാർട്ടി തെറ്റ് ചെയ്താലും നമ്മളെ പാർട്ടി ചെയ്താലും നമ്മൾ തെറ്റെന്ന് തന്നെ പറയൂ. അതാണ് നമ്മളെ പാർട്ടി. ഞങ്ങളിങ്ങനെ പാവം പറഞ്ഞിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അതീശൻ ചെയ്ത തെറ്റാ, ഒരു തെറ്റ് ചെറുപ്പം അല്ലെങ്കിൽ ഒരു പരാതി വേണം. ആരും ഒരു പരാതി പറയുന്നില്ല. എന്ത് കണക്കിൽ അവൻ രാഹുലിനെ പുറത്താക്കിയത്? ഇവനാരാ? സുധാകരനാണെങ്കിൽ സംരക്ഷിക്കുന്നു, കെ സുധാകരൻ. അപ്പൊ നമ്മൾക്ക് സുധാകരനെല്ലാം പോയതോടുകൂടി പാർട്ടി പോയി. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇവരെ 2-3 ആളാ, VD സതീശനും രമേശ് ചെന്നിത്തലയും പിന്നെ വേണുഗോപാലും. ഇവരെ കളിയായിപ്പോ എന്താ കോൺഗ്രസ് പാർട്ടിന്റെ അവസാനത്തെ കളിയായത്. ശ്വാസം പോകാനുള്ളൂ ഇനി. രാഹുൽ തിരിച്ചില്ലെങ്കിൽ ഞങ്ങളൊന്ന് കൊന്നാൽ നമ്മൾ വോട്ട് ചെയ്യില്ല. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകില്ല നമ്മളെ ഏരിയയിലൊന്നും തന്നെ. നമ്മൾ ഈ മാർക്സ് പാർട്ടി എല്ലാം പിടിച്ചു നിൽക്കുക ഇവിടെ, എന്നിട്ട് ഞാൻ സംസാരിച്ച് നിൽക്കുന്ന അതാ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ രാഹുൽ ഗാന്ധിനെ അറിയിക്കേണ്ട റിപ്പോർട്ട് ജനങ്ങളെ പ്രതിഷേധം രാഹുൽ ഗാന്ധി അറിയിക്കണം. അതെന്നാ ഈ തെണ്ടികളൊന്നും ശരിക്കും പറയില്ല നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. സാറേ ഞാൻ സജി എന്റെ പേര്, പറവൂര് ചേന്നമംഗലം. ഞാൻ വിളിച്ചെന്ന് പറഞ്ഞ സാറേ അത് എന്താണ് കുറച്ച് ദിവസം ഞാൻ ട്രൈ ചെയ്യുന്നത്, അപ്പോഴൊക്കെ തിരക്കായിരുന്നു. പിന്നെ ഞാനിത് തിരക്കായിരുന്നു. പിന്നെ വിളിച്ചെന്ന് പറഞ്ഞാലേ ഈ സതീശൻ എന്താ ഉദ്ദേശിക്കുന്നത്? രാഹുലിനെ ഒതുക്കാൻ തന്നെ ഉദ്ദേശിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നത്. ഇയാൾ ഈ കാണിക്കുന്ന കോപ്രായൊക്കെ നാട്ടുകാർ കാണുന്നതല്ലേ. ഇയാളാണ് ജയിപ്പിച്ചു വിട്ടത്. പാലക്കാട് ജനങ്ങൾക്കുണ്ടാകുന്ന ഉത്തരവാദിത്വം ഇയാൾ വിചാരിച്ച് നടക്കുമോ തീർക്കാനായിട്ട്? അവരാളെ ജയിപ്പിച്ചു വിട്ടത്. ഇയാൾ എന്താ ഇവിടുന്ന് കാണിക്കുന്നത് കിടന്ന്? ഇപ്പൊ ഇന്ന് പറയുന്നത് കേട്ട് എന്താണ് നിയമസഭയിലേക്ക് 15-ാം തീയതിക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഇയാളുടെ അന്ത്യമാണട്ടാ, ഈ VD സതീശന്റെ അന്ത്യകാലമാണ്. ഇതോടെ അവന്റെ എല്ലാ ഇടപാടും തീരും. ഈ പറവൂരിൽ എങ്ങനെയുണ്ട് ഇവന് സപ്പോർട്ട്? ഇവന് സപ്പോർട്ട് ഒന്നുമില്ല. എന്റെ കൂട്ടുകാരൊക്കെ അവിടെയാണ്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇവന് ഒരു സപ്പോർട്ടും ഇല്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഇയാളെ ജീവിക്കുന്നത് ഇവിടെ മരടിലോ അവിടെ എങ്ങാണ്ടുമാണ്. ഇവിടെ ഒരു ഓഫീസ് ഇട്ടിരിക്കുന്നല്ലാണ്ട് ഒരു ഈ പ്രാവശ്യം അത് കാണിച്ചു കൊടുക്കും. ഈ VD സതീശനെയും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലിനെ പിന്നെ കൂടെ നിൽക്കുന്ന ആരുണ്ട്, അവരെയൊക്കെ ഈ കേരളത്തിൽ ജനങ്ങളോ തീർച്ചയായിട്ടും തോപ്പിച്ച് കൈ കൊടുക്കും. രാഹുൽ റിബലായിട്ട് നിന്ന് ജയിച്ച് നിയമസഭ ചെന്നാലും ഈ പറയുന്ന VD സതീശൻ എന്ന ചെറ്റ ഇനി നിയമസഭ കാണൂല, ഉറപ്പായിട്ട് തന്നെ. പ്രതിപക്ഷത്തെ കാര്യം പോടി, ഇനി അടുത്ത ഇലക്ഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ പറയുവാണ്. അതുകൊണ്ടിട്ട് ജനങ്ങൾ ജയിപ്പിച്ച് വിട്ട വ്യക്തിനോട് ഇവൻ ഒറ്റക്കെടുത്ത് തീരുമാനം എടുക്കുന്ന ആരാ? വേറൊരൊറ്റാൾ പോലും ഇവനെ കൂട്ടില്ലല്ലോ. അതെന്താ ഇവൻ മനസ്സിലാക്കട്ടെ? ഇവൻ ഒറ്റക്ക് തീരുമാനിച്ച ഒരു പ്രതിപക്ഷം ഇവന് ഈ പറഞ്ഞ പിണറായിക്ക് കൂട്ടി നിന്നുകൊണ്ട് എല്ലാം കൂടത്തരം കാണിക്കുമല്ലേ? അല്ല, ഇവന് നിലപാട്, ഇവന്റെ ബോധ്യമാണ് ലോകം മുഴുവൻ അവന് നേരെ വന്നാലും അവന്റെ നിലപാടി മാറ്റത്തില്ലെന്ന്. അത് അവൻ മാറ്റുന്നുണ്ട്. അവനറിയാമല്ലോ, അവൻ നിയമം പഠിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. ഇവൻ നിയമം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിനനുസരിച്ച് ഒരു കേസിന് ഒരു പേപ്പർ കൈ കിട്ടിയ പരാതി ഉണ്ടെങ്കിൽ ആ പെണ്ണിനോട് പരാതി കൊടുക്കാൻ പറഞ്ഞു. അല്ല ആ പെണ്ണ് അച്ഛനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് സെന്റിമെന്റ്സ് ആകേണ്ട കാര്യം എന്താ? ഒരു പെണ്ണ് പറയുന്ന പോലെയാണ്. എന്നാൽ പിന്നെ അടികൊള്ളാനും ഇത്രയും പോലീസുകാർ അടിയും മർദ്ദനം കൊണ്ടിട്ട് ആ പയ്യന്റെ ഓരോ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇവന് കണ്ണിച്ചോരേണ്ട. ഇവന് ഇത്രയും നിയമസഭയെ കൊണ്ട് വാക്കുവർത്തമാനം പറയാനായിട്ട് എല്ലാം ഉണ്ടാക്കി കൊടുത്തത് ആ പാവപ്പെട്ട പയ്യനല്ലേ. എന്നിട്ട് അവന്റെ കൂടെ നിൽക്കാണ്ട് ഇവൻ ചെയ്യുന്ന വൃത്തികേടിന് ഈ കേരളത്തിൽ ജനങ്ങളൊന്ന് ചോറ് തിന്നത്, ഇവൻ കാണിക്കുന്ന വൃത്തികേട് കഴിഞ്ഞ ദിവസം കണ്ടില്ല. ആ സമയത്ത് ഞാൻ ഒരു കാര്യം പറയാം സാറേ, ആ സണ്ണി ജോസഫ് എന്ന ആളില് വെറൊരു യൂസ്ലെസ് ഫെല്ലോയാണ്. അയാളെ കൊണ്ടൊരു ചുക്ക് നടക്കില്ല ഇവിടെ. കാര്യം അയാളെ VD സതീശൻ ആദ്യം തന്നെ മറ്റേ നമ്മുടെ സുധാകരൻ സാറിനെ ഒതുക്കി. അത് കഴിഞ്ഞിട്ട് ഇവൻ എന്നിട്ട് ഇയാളുടെ പുറത്ത് ലാസ്റ്റ് അവനെ ഒറ്റ തീരുമാനം എടുക്കുവാണ്. കാരണം മറ്റേ സുധാകരൻ സാറിന് ഉണ്ടെങ്കിരുന്നെങ്കിലേ ഇവനെയൊന്നും ഇതുപോലെ ഒറ്റക്ക് തീരുമാനം എടുക്കൂല. കാരണം അയാൾ പറയും അപ്പൊ തന്നെ പ്രതികരിച്ചേനെ. സണ്ണി ജോസഫ് എന്ത് പ്രതികരിക്കുന്നുണ്ട്? അയാൾ നിയമസഭയിൽ ഉണ്ടായിട്ട് പോലും ആർക്കും അറിയാൻ പാടില്ല. പിന്നെ കുറെ ഉച്ചാളി പെണ്ണുങ്ങളും കുറെ രാഷ്ട്രീയ കൊലാണ്ടർമാരും ഇവൻ പറയുന്ന പോലെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, നന്നായിട്ട് പ്രതികരിക്കുന്നവരാണ്. കണ്ടോ, ഈ ഇലക്ഷന് VD സതീശൻ ഒരു അഡ്രസ്സും കിട്ടില്ല. പറൂരല്ല കേരളത്തിൽ എവിടെ നിന്നാലും അവന് തോപ്പിച്ച് കൈ കൊടുക്കും, ഉറപ്പാണ്.
രണ്ടാമത്തെ ആള് രമേശ് ചെന്നിത്തല. ഇവനൊക്കെ വിചാരിക്കുന്നത് ഇവന്റെയൊക്കെ പറയുന്ന ഇടത്ത് തുള്ളൂന്ന് ഓർത്തിക്കോ നാട്ടുകാർ. ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് ജനങ്ങളാണ്. അതുകൊണ്ട് ഇവന്റെയൊക്കെ ഈ പറയുന്ന പോലെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ജയിപ്പിച്ചു വിട്ടേക്കൊന്നുമല്ല ഈ പറയുന്ന പോലെ. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് സംഗതി എണ്ണമുണ്ട്. ആ പാവപ്പെട്ടവന് സാറ് അങ്ങറ്റം വരെ നിന്ന് ഫൈറ്റ് ചെയ്യണം. കേരളത്തിൽ അനുഭാവിയായിട്ടുള്ള എല്ലാവരും സാറിന്റെ കൂടെ കൂട്ടുണ്ടാവും. അതുപോലെ രാഹുലുമാണ്. 15-ാം തീയതി എന്താണെങ്കിലും ഈ പറയുന്ന വ്യക്തിനെ നിയമസഭ കൊണ്ട് എന്താണ് വരാൻ പോകുന്നത് നമ്മൊന്ന് കാണട്ടെ. അതിനകത്ത് എന്താ നഷ്ടം വന്നത് എന്താണെങ്കിലും അതോടെ ചെയ്യണം. മനസ്സിലായോ? കേരളത്തിൽ പാലക്കാടുള്ള ജനങ്ങളും അതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ള ആൾക്കാരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ. അതുകൊണ്ട് സാറ് അതിന് വളരെ സഹകരിച്ച് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. കണ്ടില്ല കഴിഞ്ഞ ദിവസം ഓണസദ്യക്ക് കൂടി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. നാണമുണ്ട്. ഒരു പ്രതിപക്ഷത്തെ നേതാവിനെ കുറ്റം പറഞ്ഞ് നിയമസഭ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ കയറി രാഷ്ട്രീയത്തിലേക്ക് അവിടെ കയറുന്നത് ഒറ്റയ്ക്കുന്നത്. അതാണ് സുധാകരൻ സാറ് പറഞ്ഞത്. ഞാനാണെങ്കിൽ പോകത്തില്ല. അതാണ് ആണത്തം. അയാളാണെങ്കിൽ ഇപ്പൊ ഇല്ല ഈ പറയുന്ന ഇതാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കൂല. അതേപോലെ തന്നെ ഇതിനും വേണ്ടി തീരുമാനം എടുക്കൂല. ഒരു പേപ്പർ പരാതി കിട്ടിയിട്ട് വേണ്ട നമ്മൾ തീരുമാനിക്കുക. ഇയാൾ പഠിച്ചെന്ന് പറയുന്നുണ്ടല്ലോ നിയമത്തിൽ ഇവന് എന്തറിയാം? ഒരു കോപ്പ് അറിയാൻ പാടില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.